നമ്മുടെ ഡോക്ടർ തുടങ്ങുകയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ വിനീത് കാഡിയോടി, കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. നമുക്ക് ആദ്യം തന്നെ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ? ഇത് ആദ്യം തന്നെ അത് പറയാം. കിഡ്നി സ്റ്റോൺ കിഡ്നിയിൽ മാത്രമല്ല, മൂത്രക്കല്ല് എന്ന് പറഞ്ഞത് കിഡ്നിയിൽ മാത്രമല്ല, അത് കിഡ്നിയിലും ട്യൂബിലും മൂത്രസഞ്ചിയിലും ഇവൻ മൂത്രനാളങ്ങളിലും ഉള്ള കല്ലിന് മൂത്രക്കല്ല് എന്ന് പറയും. കിഡ്നിയിലെ കല്ലുകൾ മിക്കവാറും ബുദ്ധിമുട്ടില്ലാതെ രോഗികൾ വല്ല അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴാണ് കാണാറ്. മിക്ക രോഗികൾക്കും വേദനയോടെയാണ്, ഇടുപ്പിലെ വേദനയാണ് ഒരു രോഗലക്ഷണം. ശക്തമായ വേദന, അതിൻ്റെ കൂടെ ഛർദി, ഇതായിരിക്കും മിക്ക രോഗികളും ഹോസ്പിറ്റലിൽ വരുന്നത്. ഈ വേദന കാരണമായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. ഈ കിഡ്നി സ്റ്റോൺ, അതായത് മൂത്രക്കല്ല് എന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്ന് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ എത്തുമ്പം ഒരുപാട് വൈകുന്നുണ്ട് പലപ്പോഴും. കാരണം ചെറിയ വേദനയൊന്നും ആണെങ്കിൽ ആരും ഡോക്ടറെ കാണാൻ എത്തുന്നില്ല. ഇപ്പം ഈ മറ്റ് അസുഖങ്ങൾക്കുള്ളതുപോലെ തന്നെ കാലതാമസം ഇതിൻ്റെ ചികിത്സയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും. കിഡ്നിയിലെ കല്ല് കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ, ചികിത്സിക്കാതെ വെച്ചാൽ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നതിന് സാധ്യതയുണ്ട്. മാത്രമല്ല, ഡയബറ്റിക് പേഷ്യൻറ്റിന് അത് ഇൻഫെക്ഷൻ ആവാനും കിഡ്നിയുടെ അതുപോലെ കിഡ്നിയിൽ ചെറിയ ചുരുക്കം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വരുന്നൊരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി എന്നുള്ളൊരു ഓപ്ഷൻ. അതല്ലാതെ അതിപ്പോൾ സർജറി തന്നെ പലതരത്തിൽ, ലാപ്രോസ്കോപ്പി അല്ലാതെയൊക്കെ ഉണ്ട്. അതല്ലാതെ മറ്റു ഓപ്ഷൻസ് ഉണ്ടോ? മെഡിസിൻ ചെറിയ കല്ലുകളെല്ലാം, ചെറിയ കല്ല് രോഗിക്ക് വേദന ഇല്ല എങ്കിലും മരുന്നിൽ നമുക്ക് ട്രൈ ചെയ്യാം കിഡ്നിയിലെ കല്ല്. പക്ഷേ ട്യൂബിൽ ബ്ലോക്കായി നിൽക്കുന്ന കല്ല് തീർച്ചയായും സർജറിയാണ് ഏറ്റവും നല്ല ഉചിതമായ ചികിത്സാ രീതി. അത് മരുന്ന് കഴിച്ച് കല്ല് പോകാൻ വേണ്ടി താമസിച്ച് പിന്നെ നമ്മൾ അതിന് സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല, കിഡ്നിയുടെ പ്രവർത്തനം വളരെ കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തേക്ക്. ഓക്കെ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷാഹുൽ എന്ന് പറയുന്നൊരു കോളറാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഷാഹുൽ ചോദിക്കാം. ഡോക്ടർ വിനീത് ഉണ്ട്. ഹലോ ഷാഹുൽ. ഹലോ. ഷാഹുൽ പറ. എനിക്കൊരു സംശയമുണ്ട്. എന്തെങ്കിലും കുറച്ച് സംശയം ചോദിച്ചുകൂടെ നമുക്ക്? തീർച്ചയായും. ഞാനൊരു പനിയായിട്ട് ഒരു ബ്ലഡ് ചെക്ക് ചെയ്തിരുന്നു. കൗണ്ട്. ഹലോ. ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്തിരുന്നു. പറ ഷാഹുൽ. അപ്പൊ രണ്ട് മൂന്ന് തവണ ചെയ്തപ്പോ ഒരേ അളവിലാണ് ഉള്ളത്, നോർമൽ റേഞ്ചിലാണുള്ളത്. 6,800 എന്നാണ് 2-3 വട്ടം ചെയ്തപ്പോ ഉള്ളത്, ഒരേ അളവിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാറാണ്ട് നിൽക്കുന്നതുകൊണ്ട്, അളവ് തന്നെ നിൽക്കുന്നതുകൊണ്ട്? അത് നോർമലാണ്. 4,000 to 10,000 ഇടയ്ക്ക് റേഞ്ചിൽ വരുന്ന കൗണ്ട് നോർമലാണ്. നിങ്ങൾക്ക് മൂത്ര സംബന്ധമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ട്, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അത് മൂത്രം കൾച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നോ? കൾച്ചർ ചെയ്ത് ഇൻഫെക്ഷൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഷാഹുലിന് എത്ര വയസ്സായി? 22. മൂത്രനാളിക്ക് വല്ല അസുഖം ഉണ്ടായിരുന്നോ? മുമ്പ് കിഡ്നിക്ക് അസുഖം ഉണ്ടായിട്ടില്ല? ഇല്ല. ഓക്കെ. വയറിന്റെ സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിരുന്നു. സ്കാനിങ്ങിൽ വല്ല കല്ലുണ്ടായിരുന്നോ? ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ചെറിയ അൾസറിന്റെ പ്രശ്നം. മിക്കവാറും സാധാ മൂത്രപ്പഴുപ്പാവാനാ സാധ്യത. അത് കല്ല് കൊണ്ടുണ്ടാവാനുള്ള മൂത്രപ്പഴുപ്പല്ലായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ 6,800 തന്നെ എപ്പോഴും ഉള്ളത്? 6,800 നോർമൽ കൗണ്ടാണ്. അല്ല, 2-3 തവണ ടെസ്റ്റ് ചെയ്തപ്പോ അതേ ലെവലിൽ തന്നെ അത് നോർമലാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അതേ കൗണ്ടിൽ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. ഇല്ല. സത്യത്തിൽ വേറൊരു ഏരിയ ആണ് ആളുടെ സംശയം. ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഡോക്ടറെ സമീപിച്ചതെന്ന്. ഏതായാലും കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, റഷീദ് എന്ന് പറഞ്ഞിട്ട്. റഷീദ്, ചോദിച്ചോളൂ. ഹലോ. റഷീദ് പറയൂ. എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ, ഈ മൂത്രക്കല്ല് വരുന്ന കാരണം വെള്ളം കൂടി കുറഞ്ഞത് കൊണ്ടാണോ? വെള്ളം കൂടി കുറയുന്നത് ഒരു കാരണമാണ്. ഒന്ന്, നിങ്ങളുടെ ജോലി. നിങ്ങളിപ്പോൾ ദുബായിലോ മറ്റ് ചൂട് രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹലോ. ഏത് സൈഡിലാണ് വേദന വരിക സാറേ? അത് ഇപ്പം 2 കിഡ്നി ഉണ്ട്, 2 ട്യൂബ് ഉണ്ട്, അതുപോലെ ഒരു മൂത്രസഞ്ചി ഉണ്ട്. അത് ഓരോ കല്ല് എവിടെയുണ്ട് അതനുസരിച്ചിട്ടാണ്
രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പം വലത് സൈഡിലെ ട്യൂബിലെ കല്ലെങ്കിൽ വലത് സൈഡിൽ ഇടുപ്പിലായിരിക്കും വേദന, ഇടത് സൈഡാണെങ്കിൽ ഇടത് സൈഡ് ഇടുപ്പിലായിരിക്കും വേദന. ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ഭക്ഷണ രീതി ഒന്ന് നിയന്ത്രിക്കണം. വെള്ളം ഒരു ദിവസം 2 to 3 ലിറ്റർ വെള്ളം കുടിക്കണം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് കുറക്കണം. കാബേജ് പോലത്തെ സാധനങ്ങൾ ക്യാബേജ് കൂടുതൽ കഴിക്കരുത്. ഡെയിലി കഴിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോൾ വെള്ളം മെയിനായിട്ട് 2 to 3 ലിറ്റർ വെള്ളം കുടിക്കുക. മാംസാഹാരങ്ങൾ, റെഡ് മീറ്റ്, ബീഫ്, കല്ലുമ്മക്കായ്, ഞണ്ട്, ഷെൽഫിഷ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിയന്ത്രിക്കണം. കല്ലുമ്മക്കായ് പാടില്ല. അത് കല്ല് ഏത് തരം കല്ല് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളാണെങ്കിൽ മാംസാഹാരം നിയന്ത്രിക്കണം. അതുപോലെ യൂറിക് ആസിഡ് കല്ലുകൾക്ക് ഷെൽഫിഷ് വളരെയധികം കുറക്കുന്നത് നല്ലതായിരിക്കും. അത് എന്താണ് ഭക്ഷണ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തിലാണ് ആളുടെ സംശയം. എന്തായാലും നമുക്ക് കറുകുറ്റിയിൽ നിന്നുള്ള മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുരേന്ദ്രനാണ് കറുകുറ്റിയിൽ നിന്ന് വിളിക്കുന്നത്. സുരേന്ദ്രൻ, എന്താണ് സംശയം? ഡോക്ടർ വിനീത് ഉണ്ട്. ഹലോ സുരേന്ദ്രൻ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. അതായത് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ഈ മൊത്തത്തിൽ കല്ലിന്റെ ഇതിന് ലൂർദ് ഹോസ്പിറ്റലില് കല്ല് പൊടിച്ചു കളഞ്ഞാണ്. ഓക്കെ. അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്കിത് വീണ്ടും ഉണ്ടായി. അപ്പൊ 2 കല്ലായിരുന്നു അന്ന് എക്സൈസ് പറഞ്ഞിരുന്നത്. ഞാൻ എന്നിട്ട് അന്ന് ഇവിടെ ESI ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് ESI ഹോസ്പിറ്റലിൽ പാതാളത്തിൽ അഡ്മിറ്റായി ഒരു 8 ദിവസത്തോളം അവിടെ കിടന്നു. അപ്പൊ അതിനകത്ത് വെള്ളം കുടിക്കാൻ അവര് തന്ന മരുന്നിലൊക്കെ പാടക്കൂടി ഒരു കല്ല് അന്ന് പോയി. എനിക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയ പിന്നെ ഒരു സെക്കൻഡ് പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രോബ്ലം ആണോ എന്നുള്ളതൊന്നും അറിയാനാ. സുരേന്ദ്രന് വയസ്സെത്രയായി? എനിക്ക് 55 ആയി. 55. ഓക്കെ. ഇത് കല്ല് കൊണ്ട് മാത്രമല്ല പ്രോസ്ട്രേറ്റിന്റെ ലക്ഷണം കൂടിയാണ് നിങ്ങൾ പറയുന്നത്. കല്ല് അല്ലെങ്കിൽ കല്ല് താഴെ ട്യൂബിൽ വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ലക്ഷണം കാണാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ശക്തമായ വേദനയും ഉണ്ടാവും. അല്ല, എനിക്ക് ഇപ്പോ വേദനയോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഡ്രൈവറാണ്. പിന്നെ പലപ്പോഴും ഒരു 10 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മാറി നിൽക്കാറുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഒരു പ്രൈവറ്റ് വാഹനം ആയതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും നിർത്തി മൂത്രം ഒഴിക്കണമെന്ന് എനിക്ക് അപ്പൊ ഞാൻ മൂത്രം ഒഴിക്ക്. മറ്റേ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുമില്ല. ഇതൊരു പ്രോസ്റ്റേറ്റിന്റെ ലക്ഷണം കൂടിയാണ് സുരേന്ദ്രൻ പറയുന്നത്. അതിന് നിങ്ങളൊന്ന് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക. ഒന്ന് ബ്ലഡും യൂറിനും ചെക്ക് ചെയ്തതിന് ശേഷം ഒരു യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം. അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ ഒന്നുകൂടി കാണിക്കണം. പിന്നെ ഒരു തവണ കല്ല് പൊടിച്ച ഒരാൾക്ക് പിന്നെയും കല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അത് കല്ല് വരുന്നുണ്ടോ എന്നും കൂടിയും ഈ സ്കാനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കോളർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണങ്ങളിലൊന്ന് കല്ല് പൊടിച്ച് കളയുക എന്നുള്ളതാണ്. അത് ചികിത്സാ രീതികളിൽ ഒന്നാണ് കല്ല് പൊടിച്ച് കളയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണ ജനങ്ങൾ ആയിട്ടുള്ള കല്ലുകളാണോ ഇങ്ങനെ പൊടിക്കുന്നത്? കല്ല് പൊടിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ESW എന്ന ഓപ്ഷൻ ആയിരിക്കും ചിലവർ പറയുന്നത്. ഈവൻ നമ്മൾ ചെയ്യുന്ന സാധാ എൻഡോസ്കോപ്പി പ്രൊസീജിയറിലും കല്ല് പൊടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ജനങ്ങൾ ഈ കല്ല് പൊടിച്ച് കളയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരം സർജറിയാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു തരം ESW എന്ന് പറഞ്ഞാൽ പുറത്തേക്കൂടെ നമ്മൾ തീരെ ഒരു ഉപകരണം ഉപയോഗിക്കാതെ തന്നെ നമ്മൾ കിഡ്നിയിലേക്ക് ഒരു എനർജി ഫോക്കസ് ചെയ്ത് പൊട്ടിക്കുന്ന രീതിയാണ് ESW. അതിൽ എൻഡോസ്കോപ്പിയോ വേറെ ഒരു ഉപകരണം ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. ഒരു കോളർ കൂടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. സാദിഖ് ചോദിച്ചോളൂ. ഡോക്ടർ വിനീത് ഉണ്ട്. ഹലോ സാദിഖ്. ഹലോ. പറയൂ സാദിഖ്. ഡോക്ടർ, ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഞാനൊരു കിടപ്പിലുള്ള രോഗിയാണ്. ഓക്കെ. കിടപ്പിലുള്ള രോഗിയാണ് ഞാൻ. ഓക്കെ. മൂത്രത്തിൽ പഴുപ്പ് കുറെ കാലമായിട്ട് ഇങ്ങനെ വിട്ടുമാറുന്നില്ല. അതെ. അപ്പൊ അങ്ങനെ ഞാൻ യൂറോളജിസ്റ്റിനെ കാണിച്ചത്. യൂറോളജിസ്റ്റ് ആന്റിബയോട്ടിക് ഗുളികയാണ്. ഓക്കെ. ഒരു 6 മാസത്തോളം ആന്റിബയോട്ടിക് ഗുളിക എടുത്തു ഞാൻ. ഓക്കെ.
എന്നിട്ടൊരു മാറ്റം കാണുന്നില്ല. ഓക്കെ അപ്പോ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ മാറാൻ സാധ്യതയില്ല, ഓക്കെ മാറാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നോട്. ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ ആയുർവേദിക് കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ വേദനകൾ ആയുർവേദിക്കിനുള്ള കുറവുണ്ട്, പക്ഷെ അതും മാറി കിട്ടുന്നില്ല. നിങ്ങൾക്ക് മൂത്ര കടച്ചിലുണ്ടോ? മൂത്രക്കടച്ച വേദന ഉണ്ട്. മൂത്ര കടച്ചിലുണ്ട്. ട്യൂബിലാണോ? ട്യൂബ് ഇട്ടെടുക്കണം. 5 പ്രാവശ്യം 5 പ്രാവശ്യം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കടച്ചിൽ മാത്രമാണെങ്കിൽ ചിലപ്പോൾ മാത്രമേ ഇൻഫെക്ഷൻ ഉണ്ടോ? യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കിയിട്ടാണ് മരുന്ന് കുടിക്കുന്നത്. ആ ഈ സ്വന്തമായി ട്യൂബ് ഇടുന്ന രോഗികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. മൂത്രത്തിൽ റിക്കറന്റ് മൂത്രപ്പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കാന്ന് അതോ പറഞ്ഞു ഡോക്ടർ. ഓക്കെ, അതിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ചികിത്സയും വേണം. ഈ സ്ഥിരമായി ട്യൂബ് ഇട്ട് എടുക്കുന്നതിനും നിങ്ങൾ കറക്റ്റായി മൂത്രം 3-4 മണിക്കൂർ കൂടുമ്പോൾ മൂത്രം എടുക്കണം, സ്വന്തമായി ട്യൂബ് ഇട്ടിട്ട്. അത് കൈ നല്ലവണ്ണം സോപ്പ് തേച്ച് കഴുകിയിട്ട് വേണം അതെടുക്കുവാൻ. 5 പ്രാവശ്യം ഒരു ദിവസം 5 പ്രാവശ്യം എടുക്കുന്നുണ്ട് മൂത്രം. ഓക്കെ, ഓരോ തവണ മൂത്രം വരുന്നുണ്ടല്ലോ? മൂത്രം വരുന്നുണ്ട്. മൂത്രം ചിലപ്പോ 800-900 വരുന്നുണ്ട്. മൂത്രം എടുക്കുമ്പോ. ശരി, 5 പ്രാവശ്യം എടുക്കുമ്പോൾ അങ്ങനെ കാണാം. ചില സമയത്ത് 400-300 കാണാം. ഓക്കെ, ഇക്രോ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു. ഓക്കെ നിങ്ങൾ ഇതിനൊരു മൂത്രപ്പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യാണ്ട്. ഒന്നൊരു സ്കാൻ എടുത്ത് നോക്കണം, അതുപോലെ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ട ആവശ്യകതയുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യണ്ടേ? അതെ, സ്കാനും എടുക്കണം. ഡോക്ടർ ഞാൻ 3 പ്രാവശ്യം കാണിച്ചത് ഈ ആവശ്യമൊന്നും ഉന്നയിച്ചിട്ട് ഇത് അങ്ങനെ ഉണ്ടാവും തന്നെ ഒഴിവാക്കിയത്. ഓക്കെ, നിങ്ങൾ ബാക്കി തുടർ ചികിത്സ ആവശ്യമുണ്ട്, തുടർ ടെസ്റ്റുകളും ആവശ്യമുണ്ട്. സാധ്യതയുണ്ടോ ഡോക്ടർ? ഹലോ, മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ മലബാറിൽ പ്രാക്ടീസ് ചെയ്യുക? അതെ. ഡോക്ടർ നേരിട്ട് കാണാൻ മലബാറിൽ വന്നാൽ മതി. ശരി ഡോക്ടർ. ഓക്കെ. ഉച്ചരയിൽ നിന്നുള്ളൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ സംശയം എന്താണെന്ന് നോക്കാം. നസീമയാണ് ഡോക്ടറെ വിളിച്ചിട്ടുള്ളത്. നസീമ, ചോദിച്ചോളൂ. ഹലോ ഹലോ നസീമ, ഓക്കെ പറയൂ. ഹലോ പറയൂ നസീമ. നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്റെ മോന് വേണ്ടിയാ വിളിക്കുന്നത് ഞാന്. ഓക്കെ. എന്റെ മോന് 24 വയസ്സുണ്ട്. ഓക്കെ. 2 കിഡ്നിയിലും ഒരേ സ്റ്റോൺ ഉണ്ട്. ഒരു കിഡ്നിയില് 5 mm, ഒരു കിഡ്നി 2 mm ഉണ്ട്. ഈ അടുത്ത സമയത്ത് സ്കാൻ ചെയ്ത് ഒരാഴ്ചയാണെന്നുള്ളത് അറിഞ്ഞിട്ട് മോന് പെയിൻ ഉണ്ടായി. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച് അപ്പൊ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാ 2 കിഡ്നിയിലും കല്ലുണ്ടെന്ന് അറിയുന്നത്. ഓക്കെ. ഏത് സൈഡിലാ വേദന കൂടുതൽ? വേദന കൂടുതൽ വലത്ത് സൈഡിലായിട്ടാണ് വന്നത്. 5 mm കല്ല് കിഡ്നിയിലാണോ? റൈറ്റിലും ലെഫ്റ്റിലും കല്ലുണ്ട്. ഒന്ന് 5 mm, ഒന്ന് 2 mm. ഓക്കെ. ബാക്കി CT സ്കാനോ വല്ല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? സോറി, കേൾക്കാൻ വയ്യ. വേറെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത്. പിന്നെ മോന് ഇത്തിരി തടിയുള്ള കൂട്ടത്തിലെ ആള്. അതാണല്ലേ. ഫാറ്റി ലിവറും ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ. ആള് 24 വയസ്സുണ്ടെങ്കിലും 100-ന് മേലിൽ വെയിറ്റ് ഉണ്ട്. ഓക്കെ. നിങ്ങളെ ഒരു അടുത്തുള്ളൊരു ഡോക്ടർ ഒന്ന് കാണിക്കേണ്ടതാണ്. അതുപോലെ തുടർ ടെസ്റ്റുകളും ആവശ്യമുണ്ട്. CT സ്കാൻ തുടങ്ങിയ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട്. ഫങ്ഷൻ ടെസ്റ്റ് നടത്തിയായിരുന്നു. അത് നോർമലാ കാണിക്കുന്നത്. കിഡ്നിയിലെ കാര്യത്തിനാ സാറിനോട് ഇപ്പൊ ഞാൻ ചോദിച്ചത്. അതെ, നമ്മൾ അതൊന്ന് ഇനി CT സ്കാൻ എടുത്ത് നോക്കിയാൽ ട്യൂബിൽ വല്ല എവിടെയും കല്ലുണ്ടോ എന്ന് നോക്കണം. കാരണം 5 mm കല്ല് കൊണ്ട് ഇത്രയധികം വേദന വരില്ല. ബാക്കി ട്യൂബിലോ വല്ല ബ്ലോക്കായി നിൽക്കുന്ന കല്ലുണ്ടെങ്കിൽ ആണ് ഇത്രയധികം ശക്തമായ വേദന ഉണ്ടാവുക. അതിന് CT സ്കാൻ ആണ് ഉചിതമായ ടെസ്റ്റ്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ്. ഇപ്പം കൂടുതലും കേൾക്കുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിഡ്നി സ്റ്റോണിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാണ്? മറ്റെന്തെല്ലാം രീതികളാണുള്ളത്? കിഡ്നിയിൽ ലാപ്രോസ്കോപ്പി താക്കോൽ ദ്വാരം എന്ന് പറയുന്നത് മിക്കവാറും PCNL എന്ന ചികിത്സാ രീതിയാണ്. എല്ലാവരും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ലാപ്രോസ്കോപ്പി ചെയ്യാറുണ്ട്, പക്ഷെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് PCNL എന്ന ടെസ്റ്റ് ഓപ്പറേഷൻ ചികിത്സാ രീതിയാണ്.
അത് അതിലൂടെ നമ്മൾ വയർ കീറി മൊത്തം കിഡ്നിയിലെ കല്ലുകൾ എടുക്കുന്നത് ചികിത്സയായിരുന്നു മുൻകാലങ്ങളിലുണ്ടായത്. ഇപ്പോൾ നമ്മൾ കിഡ്നിയിലേക്ക് ചെറിയൊരു ട്യൂബിട്ട് അതിനെ വികസിപ്പിച്ച് അതിൽ നിന്ന് കല്ല് നമ്മൾ എടുക്കുന്നത്. അത് എക്സ്റേ മെഷീൻ വെച്ചിട്ടും അതിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കൽ കിഡ്നി സ്റ്റോണിന് സർജറി കഴിഞ്ഞ ആൾക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും ചില ആൾക്കാർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, മെറ്റബോളിക് ഡിസോർഡർ, നമ്മളെ ശരീരത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഒന്ന് വരാം. ചിലപ്പോൾ ചില തടസ്സങ്ങൾ കുഴലിലുണ്ടാകുന്ന തടസ്സങ്ങൾ കാരണം വരാം. ചില റിക്കറൻറ്റ് ഇൻഫെക്ഷൻ, മൂത്രത്തിലുണ്ടാകുന്ന അണുബാധ കൊണ്ടുണ്ടാകുന്നതിന് സ്ഥിരമായി നമുക്ക് കല്ല് വരാൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത കൂടുതലാണ്. സർജറിക്ക് ശേഷവും കൂടുതലാണ്. നമുക്കതിന് ക്ലോസ് ഫോളോ അപ്പ് ആവശ്യമുണ്ട്. ഒരു കോളർ, ജിതേഷ് എന്ന് പറയുന്നൊരു കോളറാണ് വെയിറ്റ് ചെയ്യുന്നത്. തൃപ്രയാറിൽ നിന്നാണ് വിളിക്കുന്നത്. ജിതേഷ്, ചോദിച്ചോളൂ. ജിതേഷ്, നമസ്കാരം. എനിക്കൊരു 18 വയസ്സുള്ളപ്പോ കല്ലുണ്ടായി. ഓക്കെ. അപ്പൊ നമ്മള് കല്ലുണ്ട്. ജിതേഷ് പറയുന്നതിലൊരു വ്യക്തത കുറവുണ്ട്. ടെലിഫോൺ ലൈനിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് എനിക്കിപ്പോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കല്ലിങ്ങനെ പുറത്തേക്ക് ടൂറിലൂടെ 10-20 കല്ലായി ഒരു 3-4 കൊല്ലമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവും? നമുക്ക് ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പലതവണ കല്ല് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചികിത്സ ആവശ്യമുണ്ട്. കാരണം കിഡ്നിയുടെ പ്രവർത്തനം നോക്കേണ്ടതാണ്. കിഡ്നിയുടെ സ്ഥിതിഗതികൾ സ്കാനിങ്ങിലൂടെ നോക്കേണ്ടതാണ്. ശരീരം ഇളകി കഴിഞ്ഞാൽ അപ്പൊ 10-20 കല്ലായി വന്നു. അതെ, അത് കഴിഞ്ഞ് ബാക്കി ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. യൂറിനും സ്കാനിങ്ങും ചെയ്യേണ്ടതാണ്. കല്ലിൻ്റെ സ്റ്റോൺ അനാലിസിസ് ചെയ്യണം. അതുകൂടാതെ ബാക്കി കിഡ്നിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കേണ്ടതാണ്. സ്ഥിരമായി കല്ല് പോകുന്ന അദ്ദേഹം കാര്യമായി എന്തോ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് ക്ലാരിറ്റി ഇല്ല. റേഞ്ചിന് ഒരു പ്രശ്നമുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ആ ചികിത്സയുടെ? നമ്മൾ ഈ മിക്ക സമയങ്ങളിലും അൾട്രാസൗണ്ട് സ്കാനിൽ നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ 5 mm 2 mm ആ കിഡ്നി കല്ലുകൾ നമുക്ക് ഈവൻ മരുന്ന് കഴിച്ചാൽ മിക്കവാറും മാറുന്നതാണ്. നമ്മൾ സാധാരണ ഇതിൽ നല്ലവണ്ണം വെള്ളം കുടിച്ച് മരുന്ന് കഴിച്ചാൽ ആൽക്കലൈസ് ചെയ്താൽ മാറുന്നതാണ്. വലിയ കല്ലുകൾ, കിഡ്നിയെ തടസ്സപ്പെട്ട് നിൽക്കുന്ന കല്ലുകൾ, അതിന് എന്തായാലും ചികിത്സ ഓപ്പറേഷനിലൂടെ കല്ലെടുത്ത് മാറ്റേണ്ടത്. അതിനൊരു ചികിത്സാ രീതിയാണ് PCNL, അല്ലെങ്കിൽ ചെറിയ കല്ല് 1 സെൻറ്റിമീറ്ററിന് താഴെ കല്ലുകൾ, ഉചിതമായ കല്ലുകളാണെങ്കിൽ ESWL പറഞ്ഞാൽ കല്ല് പൊടിച്ച് കളയാൻ അതിനൊരു ഓപ്ഷനാണ്. ഇപ്പോൾ വേറെ നൂതന സാങ്കേതിക വിദ്യ എന്ന RERS എന്ന ഇതാണ്. കിഡ്നിയിലെ കല്ലുകൾ നമുക്ക് ഒരു ദ്വാരവും ഇല്ലാതെ തന്നെ എൻഡോസ്കോപ്പി വഴി കിഡ്നിയിലെ കല്ലുകൾ നമുക്ക് പൊടിക്കാൻ പറ്റുന്നതാണ്. പൂർണ്ണമായും പൊടിക്കാൻ പറ്റുന്നത്. ഏതായാലും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്. നമ്മുടെ ഡോക്ടർ തുടരുകയാണ്. ഡോക്ടർ വിനീത് കാടിയോടിയാണ്, യൂറോളജിസ്റ്റ്, നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ ഡോക്ടറിൽ ചേരുന്നത്. നമ്മളതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചാണ് നിലവിൽ പറഞ്ഞു വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ സംശയമായിട്ട് വിളിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രധാന സംശയം എപ്പോഴാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. കിഡ്നിയിലെ കല്ലുകളിനെക്കാട്ടി ട്യൂബിലെ കല്ല് അത് ബ്ലോക്കായി നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബ്ലോക്കായി നിൽക്കുന്ന എല്ലാ കല്ലും കിഡ്നിയിൽ നീർവീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷുഗറില്ല രോഗികൾക്കാണെങ്കിൽ അത് ഇൻഫെക്ഷൻ വരികയും കിഡ്നിക്ക് പഴുപ്പ് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കാം എന്ന് ശ്രമിച്ച് പോകുന്നത് അതൊരു വിവരക്കേടാണ്. അതിനേറ്റവും ഉചിതമായ ചികിത്സ പറഞ്ഞാൽ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കല്ല് പൊടിക്കുന്നതാണ്. നല്ല പഴുപ്പില്ല സമയത്ത് നമുക്ക് എൻഡോസ്കോപ്പി വഴി പൊടിക്കാൻ പറ്റില്ല. ഒന്നുകിൽ താൽക്കാലികമായി കിഡ്നിയിലേക്ക് സ്റ്റെൻഡ് ഇട്ട് വെക്കുവാനോ അല്ലെങ്കിൽ PCN ഡയറക്റ്റ് കിഡ്നിയിലേക്ക് ഒരു ട്യൂബ് ഇട്ട് വെച്ച് പഴുപ്പ് കളയാൻ സാധ്യതയാണ്. കിഡ്നിയിൽ സ്റ്റെൻഡ് ഇടുമ്പോഴും നമ്മൾ ഹാർട്ടിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇല്ല. നമുക്കൊരു വള്ളിക്കുന്ന് എന്നുള്ളൊരു കോളർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹക്കീം, ചോദിച്ചോളൂ, ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. ഹലോ ഹക്കീം.
ഹക്കീമല്ല, ഹമീദ്, അബ്ദുൽ ഹമീദ്. ഓക്കെ അമീദ് പറയൂ. ആ പിന്നെ ഞാനൊരു 58 വയസ്സുണ്ട്. ഓക്കെ. ഒരു 20 വർഷമായി സ്റ്റോൺ, 2 കിഡ്നിയിലും സ്റ്റോൺ ഉള്ളത്. ഓ. കോഴിക്കോട് യൂറോളജിന്റെ ശ്രീധരൻ സാറെ കാണിച്ചിരുന്നു. ഓക്കെ. അപ്പോ കല്ല് ഏകദേശം സെവറൽ കല്ലുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഓ. ഒരു 10 വർഷം ചികിത്സിച്ചിട്ടും യാതൊരു മാറ്റമില്ല. ഓക്കെ. യൂറിക് ആസിഡ് ഇടയ്ക്കിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോഴേ അതിന്റെ ശേഷം പിന്നെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഓക്കെ. അത് 3 മാസം കൊണ്ട് കല്ല് തീരെ ഇല്ലാതായി. ഓക്കെ. നിങ്ങൾ ഇതെല്ലാം ആ അമീദ് എന്ത് സ്കാനിങ്ങിലൂടെയാണോ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ? അല്ല കല്ല് പോയിട്ടുണ്ടായിരുന്നോ? അല്ല, ഞങ്ങള് പിന്നെ അത് ഹോമിയോ മരുന്ന് കഴിച്ചു 3 മാസം കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കി. ഒരു കല്ല് പോലും ഇല്ല. ഓക്കെ. പക്ഷെ 3-4 വർഷമാകുമ്പോൾ വീണ്ടും ഇപ്പോഴും കല്ല് വന്നിട്ടുണ്ട്. മാത്രമല്ല എന്ത് ജോലി ചെയ്യുമ്പോഴും, ഞാൻ എയർ കണ്ടീഷൻ ടെക്നീഷ്യനാണ്. ഓക്കെ. എന്ത് ജോലി ചെയ്യുമ്പോഴും വലത് സൈഡില് താഴെ ഭാഗത്തായിട്ട് ഒരു വേദന അങ്ങനെ തുടങ്ങും. ഓക്കെ. അത് ദിവസങ്ങളോളം നീണ്ടുക്കും. അപ്പൊ യൂറിന്റെ കളറും മാറുന്നു. ഓക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കല്ല് പോയിട്ടുണ്ടായിരുന്നോ? മൂത്രത്തില് കല്ല് പോയിട്ടുണ്ടായിരുന്നോ? ആ തടസ്സം ഉണ്ടായിരുന്നു. 1-2 സമയത്ത് കല്ല് പോയിട്ടുണ്ടായിരുന്നു. കല്ല് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ സ്ഥിരമായി കല്ല് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ കല്ല് പിന്നെയും വരാനുള്ള സാധ്യത, അതിന് തുടർ ചികിത്സ ആവശ്യമുണ്ട്. മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പം ബ്ലോക്കായ കല്ലുകളാണ് കല്ല് നീക്കം ചെയ്യുകയും ചെയ്യണം. മരുന്നിൽ മാത്രം അത് മാറണമെന്നില്ല. 7 mm വരെ വലിപ്പുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. 7 mm മൂത്രത്തില് പോയിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക്? പോയിട്ടുണ്ട്. തടസ്സം തന്നെ വന്നിരുന്ന കുറച്ച് മൂത്രമൊഴിക്കുന്ന സമയത്ത് തടസ്സം വന്നിട്ടുണ്ട്. 4-5 തവണ അങ്ങനെ അനുഭവപ്പെട്ടു. ഓക്കെ. ഇത് ട്യൂബിലെ കല്ലായിരുന്നോ ഇത്രയും തവണ കണ്ടത്, അതോ സ്കാനിങ്ങിൽ കിഡ്നിയിൽ? കിഡ്നിക്കകത്താണ്. 2 കിഡ്നിയിലും ഉണ്ടായിരുന്നു. ഓക്കെ. നിങ്ങൾ CT സ്കാനോ വല്ല ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്കാൻ ചെയ്തിരുന്നു അവിടുന്ന് വെറും വയറ്റിൽ പോയിട്ട്. CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നോ? അതെ അതെ അതെ. അതിൽ കല്ലുണ്ടായിരുന്നോ? കല്ല് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹോമിയോ ചികിത്സയ്ക്ക് ശേഷം 3 മാസം മരുന്ന് കഴിച്ചപ്പോൾ അത് പോയി. പക്ഷെ ഈ 3-4 വർഷത്തിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഇതുപോലത്തെ രോഗികൾക്ക് സ്ഥിരമായി കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ തുടർ ചികിത്സ ആവശ്യമുള്ളതാണ്. അവർ കല്ല് സ്കാനിങ്ങിൽ കല്ല് കണ്ടിട്ടില്ല വിചാരിച്ച് അവർ മരുന്ന് നിർത്തും. പക്ഷെ അവർക്കത് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. മാത്രമല്ല അവർ യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിനിലെ അവരെന്ത് കാരണമാണ് കല്ല് വരാനുള്ള കാരണം കൂടി കണ്ടുപിടിക്കേണ്ടതാണ്. അല്ലാതെ വെറും മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ. അതായത് ഒരു ചെറിയ ഇടവേളയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇതിന് വേണ്ടി ഉള്ളത്. അത് ജീവിതകാലം മുഴുവൻ ഹാർട്ടിനും ബാക്കി ഇല്ല മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഒരു ഇടവേള കൂടി. നമ്മുടെ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ വിനീതാണ് അന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതി, അതായത് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടെത്തി അതിൻ്റെ ചികിത്സാ രീതി തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഇന്ന് നമുക്ക് വിളിച്ച കോളേഴ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇവർ മറ്റ് ചികിത്സാ മാർഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് എത്രത്തോളമാണ് ഇതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യണത്? ഈ മിക്ക ആൾക്കാരുകളും എല്ലാ കിഡ്നി കല്ലുകളും നമ്മൾ പച്ചമരുന്ന് കഴിച്ച് ചികിത്സിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ബ്ലോക്കായി നിൽക്കുന്ന കിഡ്നിയിൽ നമ്മൾ പച്ചമരുന്ന് പോലത്തെ ചികിത്സാ രീതി നടത്തുന്നത് ശരിയല്ല. ബ്ലോക്കായി നിൽക്കുന്നതിന് ആ ബ്ലോക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള ചികിത്സയാണ് ആവശ്യം. അതിന് ഒന്നിക്കൽ ഈ ബ്ലോക്ക് ട്യൂബിലായിരിക്കും മിക്കവാറും ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതിന് URS എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നതായിരിക്കും ഉചിതമായ ചികിത്സ. അല്ലെങ്കിൽ ഇപ്പോൾ പഴുപ്പുണ്ടെങ്കിൽ സ്റ്റെൻഡ് ഇട്ട് പിന്നെ നമുക്കതിൻ്റെ ഡെഫിനറ്റ് ചികിത്സയായി URS, അല്ലെങ്കിൽ ഇപ്പോൾ കിഡ്നിയിലാണെങ്കിൽ PCNL അല്ലെങ്കിൽ RIRS തുടങ്ങിയ ചികിത്സയാണ് ചെയ്യേണ്ടത്. അതിൽ ഏകദേശം അതിൻ്റെ ഒരു പീരീഡൊക്കെ എങ്ങനെയാണ്? അത് എത്ര ഡ്യൂറേഷൻ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്? ഈ URS എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ ഒരു പ്രൊസീജിയറാണ്. അത് പേഷ്യൻ്റ് വന്ന് അത് അനസ്തേഷ്യയിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമുണ്ട്. ഈ മൂത്രത്തിൽ കല്ലിൻ്റെ പ്രധാന കാരണങ്ങൾ എന്നിട്ട് പറയുന്നത് നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയും ചെയ്തു, കാൽസ്യം കണ്ടന്റ് കൂടി വരുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. പക്ഷേ ഈ മറ്റ് ചികിത്സാ രീതികളിലേക്ക്, പ്രത്യേകിച്ച് ആയുർവേദമല്ലാതെ നാട്ടുവൈദ്യം പോലുള്ള ചികിത്സകളിലേക്ക് പോകുമ്പോൾ ഈ കാൽസ്യം അലിയിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പർപ്പസായിട്ട് അവർ ചെയ്തത്. അത് എല്ലുകൾക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളൊരു പാർശ്വഫലം കൂടിയുണ്ട്. അതിന് സാധ്യതയുണ്ടോ? എല്ലുകൾക്ക് ദോഷം ചെയ്യാൻ സാധ്യത കുറവാണ്. ഏത് ചികിത്സാ രീതിയായാലും കാൽഷ്യം ഓക്സലേറ്റ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കുന്ന മരുന്ന്.
അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇല്ല കല്ല് അലിയിച്ച് കളയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ചെറിയ കല്ലുകളെല്ലാം നമുക്ക് വെള്ളത്തിലൂടെ ഫ്ലഷ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കാമെന്നും ഭക്ഷണ നിയന്ത്രണം എന്നും പറയുന്നത്. ഈ മിക്കവാറും കേരളത്തിൽ കാണുന്ന കല്ലുകളെല്ലാം കാൽഷ്യം മാത്രമല്ല മിക്സഡ് സ്റ്റോൺസ് ആണ്. കാൽഷ്യം, യൂറിക് ആസിഡ്, ഓക്സലേറ്റ് ഇതെല്ലാം കൂടി കണ്ടൻ്റ് ഉള്ളത് ഇതാണ്. നമ്മൾ മെയിൻലി നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടാണ് കല്ലുകൾ വരുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതും കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കഴിക്കുന്നതുമാണ് മെയിൻ കാരണം. അതിന് ഈവൻ കൂടുതൽ നേരം പച്ചക്കറി കഴിക്കുന്നതും അത്ര നല്ലതല്ല. മറ്റ് അസുഖങ്ങളുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തൈറോയിഡിന് ദീർഘകാലം മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, ഡയബറ്റിക് ആയിട്ടുള്ള മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, പിന്നെ പ്രഷറിന്, അതായത് ഒരു പ്രൊസീജിയർ ആയിട്ട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് യൂറിനറി ഇൻഫെക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. അത് അത്തരം പേഷ്യൻസിന് കിഡ്നി സ്റ്റോണിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഷുഗറുള്ള രോഗികൾക്ക് സ്ഥിരമായി മൂത്രപ്പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പാർശ്വഫലമായി കല്ലും കിഡ്നിയിലും മൂത്രക്കുഴലുകളിലും കല്ല് വരാനുള്ള വളരെ വളരെ കൂടുതലാണ്. സാധാരണ ജനങ്ങളെക്കാട്ടും വളരെ കൂടുതലാണ്. മാത്രമല്ല ഡയബറ്റിക് പേഷ്യൻസിന് കല്ല് വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റ് മറ്റ് സാധാരണ ജനങ്ങളെക്കാട്ടും വളരെ കൂടുതലാണ്. പഴുപ്പ് വരാനോ കിഡ്നിക്ക് നീര് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാട്ടും വളരെ കൂടുതലാണ്. ഈ സർജറിക്കുള്ള സാധ്യത അവിടെ കുറവല്ലേ? അപ്പോൾ അവർക്ക് ഓപ്റ്റ് ചെയ്യുന്ന ചികിത്സാ രീതി ഡയബറ്റിക് പേഷ്യൻറ്റിന് സർജറിക്ക് ഓപ്ഷൻ കുറവല്ല, സർജറി തന്നെ ചെയ്യാം. അത് തന്നെ ചെയ്യാം സർജറി. മുറിവുണങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല. നമ്മുടെ എല്ലാ മിക്ക യൂറോളജി പ്രൊസീജിയറും എൻഡോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ താക്കോൽ ദ്വാരം. അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇതിന് ഏതെങ്കിലും ഒരു പ്രായപരിധി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇത്ര പ്രായത്തിലുള്ള ആളുകൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്, അങ്ങനെയോ മറ്റോ? പ്രായപരിധി പറഞ്ഞാൽ കൂടുതൽ 20 to 40 വയസ്സിലെ ആണുങ്ങൾക്കാണ് കൂടുതൽ. 50 വയസ്സിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തുല്യതയാണ് കല്ല് വരാനുള്ള സാധ്യത. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇപ്പം സാധാരണ, അതായത് റൊട്ടീനായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാത്ത ആളുകൾക്കും ഈ അസുഖം കിഡ്നി സ്റ്റോൺ വരുമ്പോൾ അതിൻ്റെ ഒരു സങ്കീർണത നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അളവ് കൂടും. പക്ഷേ അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന മറ്റ് ചികിത്സാ രീതികളുണ്ടോ? കാരണം സർജറി അല്ലാതെ, അതായത് സർജറിയിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്ന രോഗികൾ. ഇപ്പോൾ കിഡ്നി ബ്ലോക്ക് ആവാത്ത കല്ലുകൾ നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ബ്ലോക്കായി നിൽക്കുന്ന കല്ലുകളാണ് നമ്മൾ സർജറിയിലൂടെ ചികിത്സിച്ച് മാറ്റണം എന്ന് പറയുന്നത്. അത് കല്ല് പൊടിക്കുന്നതും PCNL-ഉം RIRS-ഉം URS എല്ലാം ഈ ചികിത്സാ രീതികളെല്ലാം കിഡ്നി ബ്ലോക്കായി നിൽക്കുന്ന സമയത്താണ് കൂടുതൽ ആവശ്യം. ഇല്ലെങ്കിൽ ഇതിനെ കൊണ്ട് കല്ല് കാരണം കോംപ്ലിക്കേഷൻസ് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർജിക്കൽ മാർഗം ഉപയോഗിക്കുന്നത്. അല്ലാതെ ബ്ലോക്കില്ലാത്ത കല്ലുകളും ചെറിയ കല്ലും നമുക്ക് മരുന്നിലൂടെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ഏതായാലും ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ടുള്ളത്. പല ആളുകളും പലതരത്തിലുള്ള സംശയങ്ങളാണ് ചോദിച്ചത്. എന്തായാലും കൂടുതൽ സ്വയം ചികിത്സകൾ ഒഴിവാക്കി ഏറ്റവും അടുത്തുള്ളൊരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചികിത്സ. കൃത്യസമയത്ത് ചികിത്സ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഡോക്ടർ തുടരും. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.